when there's no more hope. Good morning students, how are you? Fine. Okay, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന സോഷ്യൽ സ്റ്റഡീസ് ആണ്. സോഷ്യൽ സ്റ്റഡീസിന്റെ ഫസ്റ്റ് സെക്കൻഡ് നമ്മൾ ഈ എക്സാമിന് എല്ലാവരും പഠിച്ച എല്ലാവരും എക്സാം എഴുതിയിട്ടില്ലേ? ഇനി അടുത്തത് തേർഡ് ചാപ്റ്റർ നമുക്ക് ഈ എക്സാമിന് ആവശ്യമില്ല. അതുകൊണ്ട് ഫോർത്ത് ചാപ്റ്റർ അടുത്ത ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഫോർത്ത് ചാപ്റ്റർ ആയ ദ ബ്രിട്ടീഷ് റൂൾ ആൻഡ് ദി റിവോൾട്ട് ഓഫ് 1857. Chapter 4, the British rule and the revolt of 1857. ബ്രിട്ടീഷ് ഭരണവും 1857 കാലാവധി നമ്മൾ പഠിക്കാൻ പോകും. ഓക്കെ, ടെക്സ്റ്റ് നോക്കേ. India was very rich in ancient times. From very early times, India was famous for the spices, pearls, gold and silk. The Greeks, the Romans, the Arabs and many others came to India to carry on trade. India was very rich in ancient times. പുരാതന കാലത്ത് ഇന്ത്യ വളരെ സമ്പന്നമായിരുന്നു. From very early times, India was famous for her spices, pearls, gold and silk. പുരാതന കാലത്ത് മുതൽ ഇന്ത്യ എന്താണ് വളരെ സ്പൈസസ് സുഗന്ധദ്രവ്യങ്ങളും മുത്തുകളും ഗോൾഡ് സ്വർണ്ണങ്ങളും പിന്നെന്താ പട്ടുകളൊക്കെ എന്താണ് പ്രശസ്തമായിരുന്നു. The Greeks, the Romans, the Arabs and many others came to India to carry on trade. ഗ്രീക്കുകാര്, റോമർക്കാര്, അറബ്സുകാർ തുടങ്ങിയ നിരവധി പേർ വന്നു തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു? വ്യാപാരം തുടങ്ങിയപ്പോൾ എന്താണ് ഇത് ഇന്ത്യയിലേക്ക് എത്താൻ തുടങ്ങി. മനസ്സിലായോ? അടുത്ത in 1498, Vasco da Gama, a Portuguese explorer, discovered a new sea route to India via the Cape of Good Hope. The Portuguese were the first to come to Calicut, which now Kozhikode, and start trading with India. The web trade centers of Kochi, now Kochi, now Kannur and Calicut. Spices were the most important items of trade that the Portuguese dealt it. It was because they helped in the Portuguese preservation of meat in winter and made the food tastier. Trading of silk and gold were very valuable in the whole of Europe. In 1498, Vasco da Gama, a Portuguese explorer, discovered a new sea route to India via the Cape of Good Hope. 1498 പോർച്ചുഗീസ് എന്താണ് പൗരക്ഷക്തമായ വാസ്കോഡഗാമയാണ് ഇന്ത്യയിലുള്ള ഒരു പുതിയ കടൽ പദ്ധതി കടൽപ്പാത കണ്ടെത്തിയത്. 1498 വാസ്കോഡഗാമ പോർച്ചുഗീസിൽ വാസ്കോഡഗാമ സീ റൂട്ട് ടു ഇന്ത്യ ക്യാപ്പ് എന്താണ് ഈ വഴി ക്യാപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി ഇന്ത്യയിലുള്ള ഒരു പുതിയ കടൽപ്പാത കണ്ടെത്താൻ തുടങ്ങിയത്. The Portuguese were the first to Calicut, now Kozhikode, and start trading with India. പോർച്ചുഗീസുകാർ ഇപ്പോൾ നമ്മൾ കാലിക്കറ്റിൽ നിന്ന് ഇപ്പോഴത്തെ കോഴിക്കോട് ഇന്ത്യയുമായി വ്യാപാരങ്ങൾ ആരംഭിച്ചു. ഇപ്പോഴത്തെ കോഴിക്കോട് ഇന്ത്യ വന്ന് വ്യാപാരങ്ങൾ ആരംഭിച്ചു. The trade center at Kochi, now Kochi, അവർ കൊച്ചി വ്യാപാര കേന്ദ്രങ്ങൾ പണിതു. പക്ഷെ എന്താണ് പിന്നെ കണ്ണൂർ ആൻഡ് കാലിക്കറ്റ്, കണ്ണൂരിലും കോഴിക്കോടിലും എന്താണ് ഇത് ഉണ്ടായിരുന്നു. ഇപ്പോൾ കണ്ണൂരിലും കോഴിക്കോടിലും ഉണ്ട്. Spices were the most important items of trade that the Portuguese dealt with. പോർച്ചുഗീസുകാർ
സംരക്ഷിക്കാനുള്ളല്ലോ. അത് ഭക്ഷണം രുചീകരിക്കാനും അവർ സഹായിച്ചതായിരുന്നു. എന്താണ് സ്പൈസസ് were the most important items of trade that the Portuguese dealt with. എന്താണ് സ്പൈസസ് എന്താണ് വെരി സുഗന്ധദ്രവ്യങ്ങളും ശൈത്യകാലത്ത് സംരക്ഷിക്കാനായിട്ട് ഭക്ഷണം രുചീകരിക്കുവാനും എന്താണ് അത് അവർ സഹായിച്ചതായിരുന്നു പോർച്ചുഗീസുകാർ. It was because they helped in the preservation of meat in winter and made the food tastier. എന്താണ് യൂറോപ്പിലോടും എന്താണ് പോർച്ചുഗീസുകാർ ഇവിടെ കൈകാര്യം ചെയ്തത് ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര വസ്തുക്കളായിരുന്നു. എന്താണ് എന്തൊക്കെയാണ് സുഗന്ധങ്ങൾ, സുഗന്ധ സ്പൈസസും ടേസ്റ്റ്. എന്താണ് it was because they helped in the preservation of meat in winter and made the food tastier. എന്താണ് ശൈത്യകാലത്ത് മാംസം ഈ തണുപ്പ് കാലത്ത് ഭക്ഷണം ഈ ഇറച്ചികളൊക്കെ സംരക്ഷിക്കാനായിട്ട് തന്നെ ഇത് സഹായിച്ചത്. രുചികരമായ ഇത് എന്ന് വെച്ചാൽ ടേസ്റ്റോടിരിക്കാനായിട്ട് ഇത് സഹായിച്ചതായിരുന്നു. എന്താണ് സഹായിച്ചതല്ല ഇതിലാണ്. ട്രേഡിംഗ് ഓഫ് സിൽക്ക് ആൻഡ് ഗോൾഡ് വെരി വാല്യുബിൾ ഇൻ ദ ഹോൾ ഓഫ് യൂറോപ്പ്. എന്താണ് യൂറോപ്പിലുടനീളം എന്താണ് പട്ടിന്റെയും സ്വർണത്തിന്റെയും വ്യാപാരം വളരെ വിലപ്പെട്ടതായിരുന്നു. പട്ടിന്റെയും എന്താണ് വ്യാപാരങ്ങൾ വളരെ വിലപ്പെട്ടതായിരുന്നു. എന്താണ് നമ്മൾ വായിക്കാം. In 1498, Vasco da Gama, a Portuguese explorer, discovered a new sea route to India by the Cape of Good Hope. എന്താണ് 1498 എന്താണ് വാസ്കോ ഡ ഗാമ പോർച്ചുഗീസ് എക്സ്പ്ലോറർ എന്താണ് അത് ക്യാപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി ഇന്ത്യയിലുള്ള ഒരു പുതിയ കടൽപാത കണ്ടെത്തി. എന്നിട്ട് എന്താണ് പോർച്ചുഗീസ് ഫസ്റ്റ് ടു കം ടു കാലിക്കട്ട്. ആദ്യം വരുന്നത് പോർച്ചുഗീസിന് ഫസ്റ്റ് വരുന്നത് ഇന്ത്യയിലേക്ക് വ്യാപാരം കോഴിക്കോട് എന്ന് വെച്ചാൽ കാലിക്കട്ട് അല്ല ഇപ്പോഴത്തെ കോഴിക്കോട്. സ്റ്റാർട്ട് ട്രേഡിംഗ് വിത്ത് ഇന്ത്യ അതാണ് ആരംഭിക്കുന്നത്. ട്രേഡ് സെന്റർ കൊച്ചി ഉണ്ടാവും. കൊച്ചി, കണ്ണൂർ കണ്ണൂരാണ് കാലിക്കട്ട്. ഇപ്പൊ കൊച്ചിയിൽ എന്താണ് കേന്ദ്രമായി പണിത് വരികയും പിന്നെ കണ്ണൂരിലും കോഴിക്കോടും ഇത് Spices were the most important items of trade that the Portuguese did. എന്താണ് പോർച്ചുഗീസ് കൈകാര്യം ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര വസ്തുക്കളായിരുന്നു ഇത്. എന്താണ് സ്പൈസസ്, എന്താണ് സുഗന്ധദ്രവ്യങ്ങൾ. It was because they helped in the preservation of meat in winter and made the food tastier. എന്താണ് ഇത് തണുത്ത കാലത്ത് പ്രിസർവേഷൻ ചെയ്യാൻ എന്താണ് ഫ്രീസ് കട്ടിയായിട്ട് ടേസ്റ്റോടിരിക്കാൻ ഈ സ്പൈസീസ് ഒക്കെ എന്താണ് ഇത് രുചികരമാവാൻ ഇത് സഹായിച്ചിരുന്നു. Trading of silk and gold were very valuable in the whole of Europe. എന്താണ് യൂറോപ്പിലുടനീളം പട്ടിന്റെയും സ്വർണത്തിന്റെയും എന്താണ് വ്യാപാരം വളരെ വിലപ്പെട്ടതായി മാറി യൂറോപ്പിൽ. The Dutch, the French and the English followed the Portuguese and established trade center in India. To control trade in India and gain more profits, traders started fighting among themselves. എന്താണ് ഡച്ചുകാരും ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും പോർച്ചുഗീസിലെ പിന്തുടർന്ന് ഇന്ത്യയിലെ വ്യാപാര കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. എവിടൊക്കെയാണ് ഡച്ചുകാരും ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും എന്താണ് പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ വ്യാപാരങ്ങൾ കേന്ദ്രിക്കാൻ സ്ഥാപിച്ചു. To control trade in India and gain more profits, trade soon start fighting among themselves. എന്താണ് ഇന്ത്യയിലെ വ്യാപാരം നിയന്ത്രിക്കുന്നതിന് കൂടുതൽ ലാഭം നേടുന്നതിനായി വ്യാപാരങ്ങൾ ഉടൻ തന്നെ പരസ്പരം പോരാടാൻ തുടങ്ങി. എന്താണ് ഇന്ത്യയിൽ വ്യാപാരം നിയന്ത്രിക്കാനായിട്ട് എന്താണ് കൂടുതൽ ലാഭം നേടാനായിട്ട് കൂടുതൽ ലാഭം നേടാൻ വ്യാപാരികൾ തമ്മിൽ എന്താണ് പരസ്പരം എന്താണ് പോരാടാൻ തുടങ്ങി. മനസ്സിലായോ? The Dutch, the French and the English followed the Portuguese and established trade center in India. To control trade in India and gain more profits, trade soon started fighting among themselves. എന്താണ് ഡച്ചുകാരും ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും എന്താണ് ഇവരെ പിന്തുടർന്ന് ഇന്ത്യയിൽ വ്യാപാരം കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. പക്ഷെ എന്താണ് ഇന്ത്യയിൽ വ്യാപാരം നിയന്ത്രിക്കാനും അത് കൂടുതൽ ലാഭം കിട്ടാനും എന്ത് ചെയ്തു ഇവര് വ്യാപാരികൾ തമ്മിൽ എന്താണ് പരസ്പരം പോരാടാൻ തുടങ്ങി. ഇത്രയും മനസ്സിലായോ? നമ്മുടെ വായിക്കാം. India was very rich in ancient times.
From very early times, India was famous for its spices, pearls, gold, and silk. The Greeks, the Romans, and Arabs, and many others came to India to carry on trade. എന്താണ് ഇന്ത്യയിൽ പുരാതന കാലത്ത് ഇന്ത്യ വളരെ സമ്പന്നമായിരുന്നു. എന്താണ് പുരാതന കാലത്ത് ഇന്ത്യ വളരെ സമ്പന്നമായിരുന്നു. എന്താണ് പിന്നെന്താണ് വളരെ പുരാതന കാലം മുതൽ ഇന്ത്യയിൽ എന്താണ് സുഗന്ധദ്രവ്യങ്ങളും എന്താണ് പട്ടുകൾ, മുത്തുകള്, പിന്നെ അതുപോലെ സ്വർണ്ണങ്ങളൊക്കെ എന്താണ് അത് എന്നിവ പ്രശസ്തമായിരുന്നു. പക്ഷെ പിന്നെന്താണ് എന്നിവ ഗ്രീക്കില് റോമർ അറബുകാരും പിന്നെന്ത് അവര് തുടങ്ങിയ നിരവധി വ്യാപാരം അവർ കുറെ പേർ അവർ വ്യാപാരം തുടങ്ങിയപ്പോൾ അത് ഇന്ത്യയിലേക്ക് എത്തി. പിന്നെന്താണ് in 1498 Vasco da Gama, a Portuguese explorer, discovered a new sea route to India on the Cape of Good Hope. The Portuguese were the first to came to Calicut, Kozhikode, and start trading with India. The big trade center at Kochi, now Kochi, Kannur, now Kannur and Calicut. Spices were the most important items of trade that the Portuguese dealt with. It was because they helped in the preservation of meat in winter and made the food tastier. Trading of silk and gold were very valuable in the whole of Europe. എന്താണ് 1498 വാസ്കോ ഡ ഗാമ പോർച്ചുഗീസ് എക്സ്പ്ലോറർ ചെയ്ത് ഗ്യാപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി ഇന്ത്യയിലുള്ള ഒരു കടൽ പാത കണ്ടെത്തി അപ്പോൾ കടൽപ്പാത കണ്ടെത്തി. അതെന്താണ് പോർച്ചുഗീസിന്റെ ഫസ്റ്റ് എവിടെ വ്യാപാരം ആരംഭിച്ചു? കോഴിക്കോട് എന്ന് വെച്ചാൽ നമ്മുടെ കാലിക്കറ്റ് കോഴിക്കോടിൽ ആരംഭിച്ചു. അത് പിന്നെന്താണ് കൊച്ചിയിൽ വ്യാപാര കേന്ദ്രമായി പണി. പിന്നെ അത് കണ്ണൂരിൽ കോഴിക്കോട് തുടങ്ങി. അത് കഴിഞ്ഞെന്താ പോർച്ചുഗീസ് കൈകാര്യം ചെയ്തത് ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാരികൾ എന്താണ് വസ്തുക്കളായിരുന്നു. ഈ സുഗന്ധദ്രവ്യങ്ങളായിരുന്നു അത് ഏറ്റവും കൂടുതൽ അത് ഏറ്റവും കൂടുതൽ വസ്തുക്കളായിരുന്നു. പിന്നെന്താണ് അത് ശൈത്യകാലത്ത് വിന്റർ കാലത്ത് തണുപ്പുള്ള കാലത്ത് ഈ ഇറച്ചികളൊക്കെ എന്താണ് ഫ്രീസ് ചെയ്ത് വെക്കത്തില്ല. അത് ഫ്രീസ് ചെയ്ത് വെച്ച് അതൊരു ടേസ്റ്റ് ആയിട്ട് അത് അത്രയും കട്ടിയാകുമ്പോൾ അത് കൂടുതൽ രുചികരമാകുമെന്നാണ് പറയുന്നത്. എന്താണ് യൂറോപ്പിലൊക്കെയാണ് ഉടനീളം എന്താണ് പട്ടിന്റെയും എന്താണ് സ്വർണത്തിന്റെ വ്യാപാരം ബന്ധപ്പെട്ടതായി മാറി. The Dutch, the French and the English followed the Portuguese and established trade center in India. To control trade in India and gain more profits, trade soon started fight among themselves. ഡച്ചിലും ഫ്രഞ്ചിലും ഇന്ത്യയിലും ഒക്കെ എന്താണ് ഇന്ത്യയിലൂടെ വ്യാപാര കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് എന്താണ് ഈ ഇന്ത്യയിലെ വ്യാപാര ലാഭം കിട്ടാനും കൂടുതൽ ലാഭം കിട്ടാനും നിയന്ത്രിക്കാനും എന്തായിരുന്നു ഇവര് വ്യാപാരികൾ തമ്മിലൊക്കെ തന്നെ പരസ്പരം പോരാടുവാൻ ഇവിടെ തുടങ്ങി. അപ്പൊ ഇത്രയും മനസ്സിലായോ? ഇത്രയും മനസ്സിലായത്? അടുത്ത നെക്സ്റ്റ് നോക്കിയേ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി. എന്താണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത്? ഈസ്റ്റ് the traders organized themselves by setting up companies called the East India Company. The British East India Company was established in 1600. In 1583, Queen Elizabeth dispatched a ship to the India subcontinent to explore the opportunity for trade. എന്താണ് The traders organized themselves by setting up companies on the East India Company. എന്താണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന പേരിൽ കമ്പനികൾ സ്ഥാപിച്ച വ്യാപാരികൾ സ്വയം സംഘടിപ്പിച്ചു. അതാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത്. ട്രേഡിംഗ് ഓർഗനൈസ്ഡ് themselves by setting up companies called the East India Company. The British East India Company was established in 1600 എന്താണ് ബ്രിട്ടീഷ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ്ഡ് ചെയ്തത്, സ്ഥാപിതമായത്. In 1583, Queen Elizabeth dispatched a ship to the India subcontinent to explore the opportunity for trade. എന്താണ് 1583 ക്വീൻ എലിസബത്ത് നമ്മുടെ രാജ്ഞി എലിസബത്ത് രാജ്ഞി വ്യാപാരത്തിനുള്ള സാധനങ്ങൾ എന്താണ് പൗരക്ഷണം ചെയ്തതിനായി ഇന്ത്യയിൽ ഉപഖണ്ഡമായി ഒരു കപ്പൽ അയച്ചു. അതൊരു കപ്പല് അയക്കുകയും ചെയ്തു. After 16 years, the ship sailed to India. The Queen granted trading rights to a group of London entrepreneurs. The British merchant formed the British East India Company with the permission from Queen Elizabeth.
and founded its office in Calicut, Kolkata, later in Madras, Chennai. After 16 years, the ship sailed India. After 16 വർഷശേഷം കപ്പൽ ഇന്ത്യയിലേക്ക് പോയി. 16 വർഷത്തിന് ശേഷം ഇന്ത്യയിലേക്ക് കപ്പൽ പോയി. അതെന്താണ്? എന്താണ് ലണ്ടനിലെ ലണ്ടനിലെ ഒരു കൂട്ടം എന്ന് വെച്ചാൽ ഇന്ത്യ പ്യൂർ ട്രേഡിംഗ് റൈറ്റ് വേ ഗ്രൂപ്പ് ഓഫ് ലണ്ടൻ ഉണ്ട്. ലണ്ടനിലെ ഒരു കൂട്ടം സംരംഭകർക്ക് രാജ്ഞി വ്യാപാര അവകാശം അനുവദിച്ചു കൊടുത്തു. അവര് ഒരു അവകാശം അവർക്ക് റൈറ്റ്സ് കൊടുത്തു. രാജ്ഞി എലിസബത്ത് രാജ്ഞി എന്നത് അവകാശമായിട്ട് ലണ്ടനിൽ കൊടുത്തു. ബ്രിട്ടീഷ് merchant from the British East India Company with the permission from Queen Elizabeth I and founded his office in Calicut and Kolkata, later in Madras, Chennai. ബ്രിട്ടീഷ് വ്യാപാരികൾ എലിസബത്ത് രാജ്ഞി വ്യാപാരികൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി രൂപീകരിച്ച അതിന്റെ ഓഫീസ് എവിടെയൊക്കെയായിരുന്നു? കൽക്കട്ടയിലും ചെന്നൈയിലും. ഇപ്പോൾ പിന്നീട് ചെന്നൈയിലും അത് സ്ഥാപിച്ചു. മനസ്സിലായോ? ഒരു 16 വർഷത്തിന് ശേഷം നമുക്ക് ഇന്ത്യയിൽ എന്ത് കൊണ്ടുവന്നു? കപ്പൽ ഇന്ത്യയിൽ കൊണ്ടുപോയി. അതിനുശേഷം ലണ്ടനിലെ ഒരു കൂട്ടം സംരംഭകർ രാജ്ഞി വ്യാപാര അവകാശം അവർക്ക് അനുവദിച്ചു കൊടുത്തു. ബ്രിട്ടീഷ് വ്യാപാരികൾ എലിസബത്ത് രാജ്ഞിയുടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചിട്ട് എന്ത് ചെയ്തു? അതിന്റെ ഓഫീസ് കൊൽക്കട്ടയിൽ തുടങ്ങി എന്നിട്ട് സ്ഥാപിച്ചു. അതിനുശേഷം പിന്നീട് ചെന്നൈയിൽ അത് സ്ഥാപിക്കുകയുണ്ടായി. This probably the French to set up their own trading company and they established themselves in Chandragur in Bengal and Pondicherry, now Puducherry near Chennai. They developed a rivalry between the British and the French as each country tried to establish now and larger colonies in India. Soon they started fighting against each other to get a bigger share of the trade for themselves. Finally, the British reflected the French. This properly the French to set up their own trading company and they established themselves in Chandragur in Bengal and Pondicherry. Now Puducherry near Chennai. ഇത് ഫ്രഞ്ചുകാരുടെ അവരുടെ സ്വന്തം വ്യാപാര കമ്പനി സ്ഥാപിക്കുന്നതിനെ പ്രേരിപ്പിച്ചവരെ സ്വന്തമായിട്ട് അവരുടെ കമ്പനി ചെയ്യാനായിട്ട് അവരെ പ്രേരിപ്പിച്ചു. പക്ഷെ അവർ ബംഗാളിലെ എവിടെയാണ്? ചാന്തനഗൂറിൽ ചെന്നൈയിൽ തുടങ്ങിയ പോണ്ടിച്ചേരിയിലും സ്വയം സ്ഥാപിക്കുകയും ചെയ്തു. ഇവിടെയൊക്കെയാണ് പോണ്ടിച്ചേരിയിലും ചെന്നൈയിലും ഒക്കെ ഇത് അവര് സ്ഥാപിക്കുകയും ചെയ്തു. പിന്നെന്താണ്? Between the British and the French as a country to establish now and larger colonies in India. ഓരോ രാജ്യം ഇന്ത്യ വലുതുമായ കോളനികൾ സ്ഥാപിക്കുകയും പിന്നെന്താണ് അത് ശ്രമിച്ച് ബ്രിട്ടീഷിൽ ഫ്രഞ്ചുകാർ തമ്മിൽ ഒരു മത്സരം വളർന്നു. അവർ തമ്മിൽ ഒരു മത്സരം, കോളനികാർ തമ്മിൽ ഒരു മത്സരം വന്നു. They started fighting against each other to get a bigger share of the trade of themselves. താമസിക്കാതെ വ്യാപാരത്തിന്റെ വലിയൊരു പങ്ക് താങ്കൾക്ക് ലഭിക്കണം എന്നതാണ് പരസ്പരം പോരാടുവാൻ ഇവർ തുടങ്ങി. ഫൈനൽ ബ്രിട്ടീഷ് ഇവർ ഫൈനൽ തുടങ്ങി. ഒടുവിൽ ബ്രിട്ടീഷുകാരെ ഫ്രഞ്ചുകാരെ പരാജയപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. മനസ്സിലായോ? എന്താണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത്? The traders organized themselves by setting up companies of the East India companies. The British East India Company was established in 1600. In 1583, Queen Elizabeth dispatched a ship to the India subcontinent to explore the opportunity for trade. After 16 years, the ship sailed to India. The Queen granted trading rights to a group of London entrepreneurs. The British merchants formed the British East India Company with permission from Queen Elizabeth and founded its office in Calcutta, Kolkata, later in Madras, Chennai.
popularized the French to set up their own trading company, and they established themselves in Chandapur in Bengal and Pondicherry, now Puducherry, near Chennai. They have developed a rivalry between the British and the French as each country tried to establish now new and larger colonies in India. Soon they started fighting against each other to get a bigger share of the trade there for them. Finally, the British defected the French. എന്താണ് ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചതിന്റെ വ്യാപാരികൾ സ്വയം സംഘടിപ്പിച്ചിട്ട് പിന്നെന്താണ് എന്താണ് ഇത് സ്ഥാപിതമായതെന്നാണ് 1600 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത്. പിന്നെന്താണ് 1583 ഇത് എലിസബത്ത് രാജ്ഞി എന്താണ് വ്യാപാരത്തിനായി സാധനങ്ങൾ പരിരക്ഷണം ചെയ്യുവാൻ ഇന്ത്യയില് എന്താണ് ഇവർ ഇന്ത്യയിൽ ഒരു കപ്പൽ അയച്ചു. ആ കപ്പൽ അയച്ചതിൽ എന്താണ് കപ്പൽ അയച്ചു. അതിനുശേഷം എന്താണ് 16 വർഷത്തിന് ശേഷമാണ് എന്താണ് ഈ ഇന്ത്യയിലേക്ക് കപ്പല് പോയത്. എന്താണ് പിന്നെ രാജ്ഞി വ്യാപാരികളിൽ എന്താണ് അവരുടെ എന്താണ് വ്യാപാരിക്ക് അവകാശം അനുവദിക്കുകയും ഒരു സംരക്ഷണ കൂട്ടം അനുവദിച്ച് ബ്രിട്ടീഷിലെ വ്യാപാരികൾ എന്താണ് എലിസബത്ത് രാജ്ഞിയുടെ അനുവാദത്തോടെ എന്ത് ചെയ്തു ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച ശേഷം അതിന്റെ ഓഫീസ് എവിടെയൊക്കെ കൽക്കട്ടയിലും പിന്നെ എവിടെയാണ് ഇപ്പൊ ചെന്നൈയിലും അത് സ്ഥാപിച്ചു. അതിനുശേഷം എന്താണ് ഫ്രഞ്ച് അവരുടെ സ്വന്തം വ്യാപാര കമ്പനികളെ സ്ഥാപിക്കാൻ പ്രേരിപ്പിച്ച ശേഷം ബംഗാളിലെ ചാന്തലപൂർ എന്നുള്ള അടുത്ത് എന്താണ് ചെന്നൈയിലെ ചാന്തലൂർ പോണ്ടിച്ചേരിയിൽ സ്വയം ഈ ഒരു ഇന്ത്യ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. അതിനുശേഷം ഇന്ത്യയിലെ പുതിയതും വലുതുമായ കോളനികൾ സ്ഥാപിക്കാൻ ശ്രമിച്ചെങ്കിലും ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ മത്സരം വെച്ചു. എന്താണ് മത്സരം വളർന്നുകൊണ്ടിരുന്നു. അപ്പൊ എന്താണ് താമസിയാതെ വ്യാപാരികൾ തമ്മിൽ എന്താണ് വലിയൊരു പങ്ക് എന്താണ് അവർക്കിടയിൽ പരസ്പരം പോരാടുവാൻ അവർക്ക് തുടങ്ങി. അതിനുശേഷം എന്താണ് ഫൈനലി ആര് ജയിച്ചു? ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാരെ അവസാനം പരാജയപ്പെടുത്തുകയും ചെയ്തു. ഇതാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത്. അതിലെ അത് എക്സ്പ്ലോറിലെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആണ്. A person who explored a new or unfamiliar area. ഇതാണ് എക്സ്പ്ലോർ എന്ന് പറയുന്നത്. എക്സ്പ്ലോർ എന്ന് പറയുന്നത് എക്സ്പ്ലോറർ എന്ന് പറയുന്നത് എന്താണ്? എക്സ്പ്ലോർ എന്ന് പറയുന്നത് a person who explorer a new or unfamiliar area. എന്താണ് explorer എന്ന് പറയുന്നത് the person who explorer a new or unfamiliar area. ഇത് എഴുതി എഴുതണം കേട്ടോ. ഇത് ടീച്ചർ നോട്ട് ആയിട്ട് തരും. എന്നാലും ഇത് പഠിച്ചു വെച്ചിരിക്കണം. എന്താണ് എക്സ്പ്ലോർ എന്ന് പറയുന്നത്? the person who explorer എന്താണ് explores a new or unfamiliar area. മനസ്സിലായോ? എക്സ്പ്ലോർ എന്ന് പറയുന്നത്. അടുത്ത the East India Company. the East India Company എന്നാണ് സെക്കൻഡ് ക്വസ്റ്റ്യനിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത് എന്താണ്? the East India Company. Next question define ചെയ്തത് the East India Company. എന്താണ് ഇത് ഡിഫൈൻ ചെയ്യുന്നത്? the traders organized themselves by setting up companies called the East India Company. The traders organized themselves by setting up companies called the East India Company.
എന്താണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത്? The traders organized themselves by setting up companies called the East India Company. Traders organized themselves എന്താണ് setting up company called the East India Companies എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞേ? explorer എന്ന് പറയുന്നത് ഡിഫൈൻഡ് explorer എന്താണോ? A person who explores a new or unfamiliar area. Second എന്താണ്? East India Company എന്താണ്? The traders organized themselves by setting up companies called the East India Company. അപ്പോൾ East India Company മനസ്സിലായോ? East India Bishop Classic. Gradually the British wanted to take control over some part of India. എന്താണ്? ക്രമേണ ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ നിയന്ത്രിക്കാൻ ആഗ്രഹിച്ചു. At first they wanted to bring Bengal under their own control because they sensed the opportunity. ആദ്യ അവസരം തിരിച്ചറിഞ്ഞതിനാൽ ബംഗാളിലെ സ്വന്തം നിയന്ത്രണത്തിലാക്കാൻ അവർ ആഗ്രഹിച്ചു. അവർ സ്വന്തം ആദ്യ അവസരം തിരിച്ചറിഞ്ഞതിലൂടെ ബംഗാളിനെ സ്വന്തം നിയന്ത്രിക്കാനുള്ള അവർ ആഗ്രഹിച്ചു. The Nawab of Bengal declared war against the British. എന്താണ്? ബംഗാളിലെ നവദുർഗിൽ എന്ന ബ്രിട്ടീഷുകാരെ യുദ്ധം എന്താണ് പ്രഖ്യാപിച്ചത്? ആരാണ് ബ്രിട്ടീഷ് പ്രഖ്യാപിച്ചത്? എന്താണ് ബ്രിട്ടീഷ് യുദ്ധം പ്രഖ്യാപിച്ചത്? ആരാണ്? ആണ് ബ്രിട്ടീഷ് എന്താണ് ഇത് പ്രഖ്യാപിച്ചത്. The British led by Robert Clive attacked the and put him to death. The British റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലൂടെ ബ്രിട്ടീഷുകാരെ അദ്ദേഹത്തെ ആക്രമിച്ച് കൊലപ്പെടുത്തി. ആരെയാണ് കൊലപ്പെടുത്തിയത്? ദൽഹനെ കൊലപ്പെടുത്തുകയും ചെയ്തു. This is how the Battle of Plaza place in 1757. എന്താണ്? 1757 പ്ലാസ യുദ്ധം നടന്നത് ഇങ്ങനെയായിരുന്നു. എങ്ങനെയായിരുന്നു? അവരെ യുദ്ധത്തിൽ ആദ്യം ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു? യുദ്ധം പ്രഖ്യാപിച്ചു. അത് റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിൽ എന്താണ് ബ്രിട്ടീഷ് അദ്ദേഹത്തെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. Later on the Battle of Buxar took place in 1764, which saw the British emerging on the Waqawades again. എന്താണ്? 1864 നടന്ന സൈനിക യുദ്ധം എന്താണ്? സൈനിക യുദ്ധത്തില് എന്താണ് ബ്രിട്ടീഷ് വീണ്ടും വിജയിക്കാനായി കണ്ടെത്തി. പിന്നെ the British started making an army in Bengal and Bengal came under British rule. എന്താണ്? ബ്രിട്ടീഷുകാർ ബംഗാളിൽ സൈന്യം നിലനിർത്താൻ തുടങ്ങിയ ശേഷം എന്താണ് ബംഗാൾ ബ്രിട്ടീഷ് ഭരണത്തിൽ കീഴിലൊക്കെ എന്താണ് കീഴിലായി എത്തേണ്ടി വന്നു. എന്താണ് British started making an army in Bengal and Bengal came under British rule. എന്താണ് ബ്രിട്ടീഷുകാർ ബംഗാളിൽ എന്താണ് സൈന്യത്തെ നിലനിർത്താൻ തുടങ്ങിയ ശേഷം എന്താണ് ബംഗാൾ ബ്രിട്ടീഷുകാരെ ഭരണത്തിൽ കീഴ്പ്പെടുത്താൻ തുടങ്ങി, അവരുടെ കീഴിലാക്കാൻ തുടങ്ങി. Gradually the British wanted to take control over some parts of India. At first they wanted to bring Bengal under their own control because they sensed the opportunity. British Nawab of Bengal declared was against the British. The British led by Robert Clive attacked and put him to death. This is how the Battle of Plaza took the place in 1757. Later on the Battle of Buxar took place in 1764, which saw the British emerging victoriously. The British started maintaining an army in Bengal and Bengal commander British rule. എന്താണ് ക്രമേണ ബ്രിട്ടീഷുകാർ ചില ഭാഗങ്ങൾ നിയന്ത്രിക്കാൻ ആഗ്രഹിച്ചു. പക്ഷെ എന്താണ് ആദ്യ അവസരത്തിൽ തിരിച്ചറിഞ്ഞതിന് ശേഷം ബംഗാൾ സ്വന്തമായിട്ട് അവർ നിയന്ത്രിക്കാൻ അവർ തന്നെ ആഗ്രഹിച്ചു. പിന്നെന്ത് സംഭവിച്ചു? എന്താണ് ബംഗാളിലെ എന്താണ് നവബയായിരുന്ന എന്താണ് നവബയായിരുന്ന ആരാണ്? ബ്രിട്ടീഷുകാർക്കെതിരെ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. അതെന്താണ് റോബർട്ട് ക്ലൈവ് അവരെ ബ്രിട്ടീഷുകാരെ അറ്റാക്ക് ചെയ്ത് അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയും ചെയ്തു. എന്താണ് പിന്നെന്താണ് ക്ലാസ് ഇവിടെ പിന്നെന്താണ് 1757 എന്താണ് ഇത് യുദ്ധം നടത്താൻ
ചെയ്തു. അവർ വീണ്ടും ആ ഒരു യുദ്ധം വിജയിക്കാനായി കണ്ടെത്തുകയും ചെയ്തു. എന്നിട്ട് എന്താണ്, ബ്രിട്ടീഷ് ബംഗാളികൾക്കെതിരെ സൈന്യം നിലനിർത്താൻ തുടങ്ങി. അതിനുശേഷം എന്താണ്, ബ്രിട്ടീഷുകാർ അവരുടെ കീഴിൽ ബംഗാൾ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ കീഴടക്കാൻ അവർ റൂള് കൊണ്ടുവരികയും ചെയ്തു. അതാണ് ബാറ്റോ പ്ലാസ എന്ന് പറയുന്നത്. മനസ്സിലായോ? ബാറ്റോ പ്ലാസ എന്താണെന്ന് മനസ്സിലായോ? എന്താണ് നമ്മളിത് പഠിച്ച ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ട്, ബാറ്റോ പ്ലാസ പഠിച്ചു. പിന്നെന്താണ്, പിന്നെ എക്സ്പ്ലോറിനെ കുറിച്ച് തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി തന്നെ ഉണ്ട് എക്സ്പ്ലോർ നമ്മൾ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് നോക്കിയത് ബ്രിട്ടീഷ് കൺട്രോൾ. നമ്മളെന്താണ്, ബ്രിട്ടീഷ് നിയന്ത്രണം എങ്ങനെയാണെന്ന് പറഞ്ഞത്. ത്രൂ ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ദ ബ്രിട്ടീഷ് were benefited and started to strengthen their colonial rule. They took advantage of the disunity among the Indians. They made different politics such as the subsidiary alliance and the doctrine of lapse, and finally they became the rule of most of India. Through the East India Company, East India Companyയുടെ ബ്രിട്ടീഷുകാരെ പ്രയോജനം ലഭിക്കുകയും അവരിൽ എന്താണ് കോളനി റോൾ അവരുടെ കോളനിയിൽ വന്ന് ശക്തീകരിക്കുകയും അവർ ചെയ്തു. അഡ്വാൻറ്റേജ് ഓഫ് ദ ഡിസ്യൂണിറ്റി among the Indians. എന്താണ്, ഇന്ത്യക്കാരുടെ അവർക്ക് മുതലെടുക്കാൻ, ഇന്ത്യക്കാർക്കെതിരെയായി അനേകം മുതലെടുക്കാനും, പിന്നെ ഡിഫറെന്റ് പോളിസ് വിച്ച് such as the subsidiary alliance and the doctrine of lapse. എന്താണ്, സബ്സിഡിയറി അലയൻസിൽ നിന്നും ഡോക്ടർ ഓഫ് ലാപ്സ് എന്നിങ്ങനെ എന്താണ് വ്യത്യസ്ത നയങ്ങൾ എന്താണ് അവർ ഉണ്ടാക്കി. വ്യത്യസ്ത നയങ്ങൾ ഉണ്ടാക്കിയ പിന്നെ ഒടുവിൽ അവർ ഇന്ത്യയിൽ എന്താണ് ഭൂരിഭാഗത്തിന്റെ ഭരണാധികാരികളായി മാറുകയും ചെയ്തു. അവർ ഭൂരിഭാഗത്തിന്റെ ഭരണാധികാരികളായിട്ട് മാറുകയും ചെയ്തു. ബിക്കോസ് എന്താണ് മോസ്റ്റ് ഓഫ് ഇന്ത്യ. അതാണ് ബ്രിട്ടീഷ് കൺട്രോൾ. ബ്രിട്ടീഷുകാർ അവർ നിയന്ത്രണത്തിലോട്ട് കൊണ്ടുവരാൻ അതാണ് കാര്യം ചെയ്തത്. മനസ്സിലായോ? എന്താണ് British control through the East India Company. The British were benefited and started to strengthen their colonial rule. They took advantage of the disunity among the Indians. They made different politics such as the subsidiary alliance and the doctrine of lapse, and finally they became the rulers of most of India. മനസ്സിലായോ? എന്താണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷിലെ അവര് ബ്രിട്ടീഷുകാർക്ക് പ്രയോജനം ലഭിക്കുകയും അവരുടെ കോളനിയെ ഭരണം ശക്തിപ്പെടുത്തുകയും ചെയ്തു. പിന്നെ ഇന്ത്യക്കാർക്ക് പിന്നെ അനേകം അവർ മുതലെടുക്കും. അവർ ഇന്ത്യക്കാരെ കൂടുതലായിട്ട് മുതലെടുക്കുകയും പിന്നെ സബ്സിഡിയറി അലയൻസിലും ഡോക്ടർ ഫ്ലാപ്സിലും ഒക്കെ അവര് വ്യത്യസ്ത നയങ്ങൾ അവർ ഉണ്ടാക്കി. അവർ വ്യത്യസ്ത നയങ്ങൾ അവർ ഉണ്ടാക്കിയിട്ട് ഒടുവിൽ ഇന്ത്യയുടെ ഭൂരിഭാഗത്തിന്റെ അവകാശമുള്ള ഭരണാധികാരികളായിട്ട് ബ്രിട്ടീഷുകാരത് മാറുകയും ചെയ്യുന്നു. അതാണ് ബ്രിട്ടീഷ് നിയന്ത്രണം എന്ന് ബ്രിട്ടീഷ് കൺട്രോൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്തൊക്കെയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പറഞ്ഞു, ബാറ്റിൽ ഓഫ് പ്ലാസ പറഞ്ഞു, ബ്രിട്ടീഷ് കൺട്രോൾ പറഞ്ഞു. ഇതൊന്നും മനസ്സിലായോ? ഒന്നുകൂടെ വായിക്കാൻ ആദ്യം തന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. India was very rich in ancient times. From very early times, India was famous for her spices, pearls, gold, and silk. The Greeks, the Romans, the Arabs, and the many others came to India to carry on trade. In 1498, Vasco da Gama, a Portuguese explorer, discovered a new sea route to India by the Cape of Good Hope. The Portuguese were the first to came Calcutta, Kozhikode, and start trading with India. They built trade centers at Kochi, now Kochi, Kannur and Calcutta. Spices were the most important items of trade that the Portuguese did. It was because they had put in the preservation of meat in winter and made the food tastier. Trading of silk and gold were very valuable in the whole of Europe. The Dutch, the French, and the English followed the Portuguese and established trade centers in India. The controlled trade in India and gained more profits. Trade soon started fighting among themselves. Next, look at the East India Company. The traders organized themselves by setting up companies called East India Companies. The British East India Company was established in 1600.
in 1583, Queen Elizabeth dispatched a ship to the India sub-continent to explore the opportunity for trade. After 16 years, the ship sailed to India. The Queen granted trading rights to a group of London entrepreneurs. The British merchant formed the British East India Company with permission from Queen Elizabeth and founded its office in Calicut, Kolkata, later in Madras, Chennai. This properly the French to set up their own trading company and they established themselves in Chandrapur in Bengal and Pondicherry, now Chennai. They developed a rivalry between the British and the French as well conveyed to establish now one larger colonies in India. So they started fighting against each other to get a bigger share of the trade for themselves. Finally, the British before the French. The Battle of Plassey. Gradually, the British wanted to take control over some parts of India. At first, they wanted to bring Bengal under their own control because they sensed the opportunity. Switch out the law that the Nawab of Bengal declared war against the British. The British, led by Robert Clay, attacked and put him to death. This is how the Battle of Plassey took place in 1757. Later, the Battle of Bursar took place in 1764. So the British emerging victorious again. The British started maintaining an army in Bengal and Bengal came under British rule. Next, the British control. Through the East India Company, the British were benefited the start to strengthen their colonial rule. They took advantage of disunity among the Indias. They made different was the subsidiary alliance and the doctrine of lapse and finally they became the rule of most of India. എന്താണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായോ? എന്തായിരുന്നു? ബ്രിട്ടീഷ് ഭരണകാലം എന്ന പുരാതന കാലത്ത് ഇന്ത്യ വളരെ എന്തായിരുന്നു? സമ്പന്നമായിരുന്നു. അവർ വളരെ കൊല്ലാത്ത സുഗന്ധ ദ്രവ്യങ്ങളും സ്വർണ്ണങ്ങളും പട്ടുകളും പിന്നെ മുത്തുകളും ഒക്കെ എന്താണ് അവർ പ്രശസ്തമായിരുന്നു. പക്ഷെ പിന്നെ ബ്രിട്ടീഷുകാർ റോമക്കാരും അറബുകാരൊക്കെ വ്യാപാരം ഇന്ത്യയിലേക്ക് നടത്താൻ ഇന്ത്യയിലേക്ക് എത്തി. അതിനുശേഷം തന്നെ 1498 പോർച്ചുഗീസുകാർ പൗരക്ഷത്തായിട്ട് എന്താണ് ക്യാബ് ഓഫ് ഗുഡ് ഹോപ്പ് എന്താണ് ഇന്ത്യയിലോട്ട് ഒരു പുതിയ പാത കണ്ടെത്തി. അതിനുശേഷം എന്താണ് അവർ കോഴിക്കോട് അത് സ്ഥാപിച്ച് വ്യാപാരം ആരംഭിച്ചു. അതിനുശേഷം പിന്നെ എന്ത് ചെയ്തു? അവർ കൊച്ചിയിലും ആ കേന്ദ്രം കണ്ടു. പിന്നെ കണ്ണൂരിലും കോഴിക്കോടും അത് ആയി മാറി. പിന്നെന്താണ് അത് കൈകാര്യം പോർച്ചുഗീസുകാർ അത് കൈകാര്യം ചെയ്തത് ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര വസ്തുക്കളായിരുന്നു സുഗന്ധങ്ങളായിരുന്നു. അത് ഈ വിന്റർ സമയത്ത് എന്ന് വെച്ചാൽ തണുപ്പ് സമയമുള്ള സമയത്ത് അവിടെ തന്നെ അത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു നല്ലതുപോലെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചത് അതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുമെന്നാണ് അവരുടെ ഇതിൽ അതിനെ സഹായിച്ചത്. യൂറോപ്പിലും പിന്നെന്താണ് യൂറോപ്പിലും പിന്നെന്താ പട്ടിൻ്റെയും സ്വർണ്ണത്തിൻ്റെ വ്യാപാരം വളരെ കൂടുതലായിരുന്നു. എന്താണ് വിലപ്പെട്ടതായിരുന്നു. പിന്നെ ഡച്ചുകാരും ഫ്രഞ്ചുകാരും പിന്നെന്താണ് ഇംഗ്ലീഷുകാരും ഒക്കെ പിന്തുണ ഇന്ത്യയിലെ വ്യാപാര സേനകൾ തമ്മിൽ അവരെ തമ്മിൽ എന്താണ് കൂടുതൽ ലാഭവും നേടാനായിട്ട് അവർ തമ്മിൽ പോരാടുവാൻ അവർ തുടങ്ങി. പിന്നെ അത് എന്താണ് സംഭവിച്ചത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലായിട്ട് അവര് എന്താണ് കമ്പനിയെ സ്ഥാപിച്ചു. വ്യാപാരികൾ സ്വയം സംഘടിപ്പിക്കുകയും ബ്രിട്ടീഷ് എന്താണ് ഇവര് 1600 എന്ത് ചെയ്തു? അത് സ്ഥാപിതമായി. ബ്രിട്ടീഷ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ ശേഷം 1583 എന്ത് ചെയ്തു? എലിസബത്ത് രാജ്ഞി എന്ത് ചെയ്തു? വ്യാപാരത്തിനായി സാധനങ്ങൾ പൗരക്ഷണം ചെയ്തതായി ഇന്ത്യ ഒരു കപ്പൽ അയക്കുകയും ചെയ്തു. അതിൽ 16 വർഷശേഷമാണ് ഇന്ത്യയിൽ കപ്പൽ പോകുന്നത്. അതിനെന്താണ് ഇതിന്റെ ഒരു കൂട്ട സംരക്ഷണക്കാർക്കെന്താണ് രാജ്ഞി വ്യാപാരത്തിനായി അനുവദിക്കുകയും കൊടുത്തു. പിന്നെന്താണ് ചെയ്തത്? ബ്രിട്ടീഷുകാരെന്ത് ചെയ്തത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി അത് രൂപീകരിച്ചിട്ട് അതിന്റെ ഓഫീസ് കൊൽക്കട്ടയിൽ പിന്നെ ഇവിടെ ചെന്നൈയിൽ അതിപ്പോൾ സ്ഥാപിച്ചു. പിന്നെന്തായാലും പിന്നെ അതിൽ ഫ്രഞ്ചുകാര് അവരുടെ സ്വന്തം വ്യാപാര കമ്പനിയെ സ്ഥാപിക്കാൻ പ്രേരിപ്പിച്ച ശേഷം പിന്നെന്താ ബംഗാളിലെ ചാന്തനൂർ പിന്നെ പോണ്ടിച്ചേരി പുതുച്ചേരിയിലും ചെന്നൈയിലും അവർ സ്വയം സ്ഥാപിക്കുകയും ചെയ്തു. പിന്നെന്താ രാജ്ഞി ശ്രമിച്ചപ്പോൾ എന്താണ് രാജ്ഞി ഇന്ത്യയിലെ പുതിയതും വലുതുമായ എന്താണ് കോളനികൾ സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോൾ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ അവര് മത്സരം വെച്ചു. മത്സരം വളർന്നു. എന്നിട്ട് എന്താ അവര് വളരെ എന്താണ് വ്യാപാരത്തിൽ വലിയൊരു പങ്ക്
തങ്ങൾക്കും ലഭിക്കുന്നതിന് അവർ പരസ്പരം പോരാടുവാൻ അവരെ തുടങ്ങി. എന്നിട്ട് അവർ എന്താണ് ബ്രിട്ടീഷുകാരാണ് ഫ്രഞ്ചുകാരെ പരാജയപ്പെടുത്തുകയും അവർ ചെയ്തു. പിന്നെന്താണ് ബാറ്റിൽ ഓഫ് പ്ലാസ. ബാറ്റിൽ ഓഫ് പ്ലാസ എന്ന് പറയുന്നത് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? നമ്മുടെ ഇന്ത്യയിലെ ഭരണാധികാരികൾ ബ്രിട്ടീഷ് ഭരണങ്ങള് നിയന്ത്രിക്കാൻ അവർ ശ്രമിച്ചത് അവർക്ക് ആഗ്രഹിച്ചിട്ടുണ്ട്. ആദ്യം അവസരം എന്ത് ചെയ്തു? ബംഗാളുകാരെ സ്വന്തം അവരെ നിയന്ത്രിക്കാൻ അവര് കൂടുതൽ അവർ ആഗ്രഹിച്ചു. പക്ഷെ ശ്രീരാജ് നവാബ് ബംഗാളിൽ എന്താണ് ബ്രിട്ടീഷ് യുദ്ധം അദ്ദേഹം ബ്രിട്ടീഷ് ബംഗാളിൽ യുദ്ധം പ്രഖ്യാപിച്ചു. പക്ഷെ എന്താണ് റോബർട്ട് ക്ലേവ് എന്ന അവരെ ബ്രിട്ടീഷുകാരെ എന്താണ് യുദ്ധം ചെയ്തു, ആക്രമിച്ച് അയാളെ എന്താണ് ആ മഹാനായ അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയും ചെയ്തു. എന്നാണ് 1752 ഈ പ്ലാസ യുദ്ധം അവിടെ അങ്ങനെ ഉണ്ടാകുന്നത്. എന്നിട്ട് പിന്നീട് എന്താണ് പിന്നെ ഒരു 7 വർഷം കഴിഞ്ഞിട്ട് 1766 വീണ്ടും തന്നെ ഒരു യുദ്ധം ബ്രിട്ടീഷുകാർ വീണ്ടും അത് വിജയിക്കാനായി അത് കണ്ടെത്തി. പിന്നെന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ പിന്നെ ബംഗാൾ സൈന്യത്തെ നിലനിർത്താനായിട്ട് തുടങ്ങി. അതിനുശേഷം ബംഗാളിൽ ബ്രിട്ടീഷ് ഭരണത്തെ കീഴിലാക്കാൻ അവർ ശ്രമിച്ചു. അതാണ് ബാറ്റിൽ ഓഫ് പ്ലാസ എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് കൺട്രോൾ ബ്രിട്ടീഷുകാരെ നിയന്ത്രിക്കുന്നത് എങ്ങനെയായിരുന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ബ്രിട്ടീഷുകാർക്ക് പ്രയോജനം ലഭിക്കുകയും അവരുടെ കോളനിയിലെ ഭരണം എന്താണ് ശക്തിപ്പെടുത്തുകയും അവർ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ ഇന്ത്യക്കാർക്ക് അത് അവർക്ക് മുതലെടുക്കുകയും അതെന്താണ് സബ് സെൻട്രൽ അലയൻസ് ആൻഡ് ടോക്ക് ഓഫ് ലാബ്സ് എന്താണ് അത് വ്യത്യസ്ത നയങ്ങൾ അവർ ഇന്ത്യയിലേക്ക് അവര് ഉണ്ടാക്കി. അതിന്റെ ഒടുവിൽ എന്താണ് ഇന്ത്യയുടെ ഒരു ഭാഗത്തിന്റെ ഭരണാധികാരികളെ അവർ ബ്രിട്ടീഷ് അവര് കൈമാറുകയും നിയന്ത്രിക്കുകയും ചെയ്തു. അപ്പൊ ഇന്ന് പഠിപ്പിച്ചത് ഏതൊക്കെയാണ് മനസ്സിലായോ? ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ട്, ബാറ്റിൽ ഓഫ് പ്ലാസ, ബ്രിട്ടീഷ് കൺട്രോൾ. അപ്പൊ ഇന്ന് രണ്ടെണ്ണം പറഞ്ഞത് എക്സ്പ്ലോററും ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അടുത്ത ഏതാണെന്ന് ഒന്നും കൂടെ പറഞ്ഞുതരാം. ബാറ്റിൽ ഓഫ് പ്ലാസ. ബാറ്റിൽ ഓഫ് പ്ലാസ എന്താണ്? ബാറ്റിൽ ഓഫ് പ്ലാസ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ബാറ്റിൽ ഓഫ് പ്ലാസ is a major battle took place on 23 June 1957 in Bengal. It was an important British East India Company victory over the Nawab of Bengal on French allies. ഇതാണ് ബാറ്റിൽ ഓഫ് പ്ലാസ എന്ന് പറയുന്നത്. പ്ലാസ അതിന്റെ ഡെഫിനിഷൻ ടീച്ചറൊന്ന് എഴുതിത്തരാം. ശ്രദ്ധിച്ച് കേൾക്കുക. ടീച്ചർ നോട്ട് തരുന്നതായിരിക്കും. ഈ ഏതൊക്കെയാണ്? എക്സ്പ്ലോറർ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ബാറ്റിൽ ഓഫ് പ്ലാസ. ആ നോട്ട് എഴുതി എല്ലാം ടീച്ചറിനെ അത് വായിച്ച് തന്നിട്ട് എഴുതിയിട്ട് ടീച്ചറിന് അയച്ചു തരാം. എന്താണ് ബാറ്റിൽ ഓഫ് പ്ലാസ എന്ന് പറയുന്നത്? ബാറ്റിൽ ഓഫ് പ്ലാസ എന്താണ്? ബാറ്റിൽ ഓഫ് പ്ലാസ is a major battle took place on 23rd June in June 1957 in Bengal. ബംഗാൾ എന്നാണ് ജൂൺ 23, 1957 ഇത് ബ്രിട്ടീഷ് മേജറായി മാറി. It was an important British East India Company victory over the Nawab of Bengal and French allies. ഇതാണ് ബാറ്റിൽ ഓഫ് പ്ലാസ എന്ന് പറയുന്നത്. ബാറ്റിൽ ഓഫ് പ്ലാസ എന്ന് പറയുന്നത് ബാറ്റിൽ ഓഫ് പ്ലാസ is a major took place on 23rd June 1957 in Bengal. It was an important British East India Company victory over the Nawab of Bengal and French allies. എന്താണ് അവരുടെ മേജർ പ്ലേസ് എവിടെ ബംഗാളിൽ 1957 ജൂൺ 23 പിന്നെ എന്താണ് ഇമ്പോർട്ടൻറ്റ് ബ്രിട്ടീഷ് ഇന്ത്യ എന്താണ് ഇമ്പോർട്ടൻറ്റ് പ്രധാനമായി എവിടെയായിരുന്നു? നവാബ് ഓഫ് ബംഗാൾ ആൻഡ്
മനസ്സിലായിരുന്നു. അത് ക്ലാസ്. പിന്നെ നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചത്? എക്സ്പ്ലോറർ എന്താണെന്നും ഡെഫിനിഷൻ ഏതൊക്കെ ഡിഫൈൻ ചെയ്ത് നമ്മൾ എക്സ്പ്ലോറർ എന്താണെന്നും ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആൻഡ് മാർക്കറ്റ്. അപ്പം എക്സ്പ്ലോറർ എന്താണെന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു എക്സ്പ്ലോർസ് എ ന്യൂ ഓർ അൺഫെമിലിയർ ഏരിയാസ്. അൺഫെമിലിയർ ഏരിയാസ് ആണെന്നാണ് എക്സ്പ്ലോറർ ആയിട്ട് പറയുന്നത്. എന്താണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി? ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത് എന്താണ്? The traders organized themselves by setting up companies called the East India Companies. Next is the Bangalore Plaza. Bangalore Plaza is a major factory took place on 23rd June 1957 in Bengal. It was an important British East India Company over the north of Bengal and French. മൂന്ന് മനസ്സിലായോ? ടീച്ചർ നോട്ട് അയച്ചു തരും. നോട്ട് അയച്ചു തരുന്നതാണ് ടീച്ചർ. അപ്പം ആ നോട്ട് നോട്ട്ബുക്കിലോട്ട് എഴുതിയിട്ട് ടീച്ചർ അത് അയച്ചു തരണം. അറിയില്ല ഇന്ന് തന്നെ ടീച്ചർ അത് അയച്ചു തരണം. അതുപോലെ ടെക്സ്റ്റ് എല്ലാവരും നല്ലപോലെ വായിക്കണം. മനസ്സിലായല്ലോ? ടെക്സ്റ്റ് നല്ലതുപോലെ വായിക്കണം. എനിക്ക് പഠിപ്പിച്ച് ഇത്രയും മനസ്സിലായോ? നമ്മുടെ ഭരണകാലത്തുള്ള ബ്രിട്ടീഷ് ഭരണവും 1857 കലാപത്തെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പഠിച്ചത്. അപ്പം ആ കുറച്ച് ഭാഗങ്ങളാണ് ടീച്ചറിന് പറഞ്ഞത്. ഏതൊക്കെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും പിന്നെന്താണ് ആദ്യത്തേതാണ് വാസ്കോഡ ഗാമ എവിടെയൊക്കെയാണ് അതിന്റെ സ്പൈസസും അതിനെക്കുറിച്ചും അതിന്റെ സ്പെഷ്യൽ ഓരോ അതിന് എവിടെയൊക്കെയാണ് സ്ഥാപിതമായതും അതിനെ കുറിച്ചൊക്കെ അതിന്റെ സുഗന്ധദ്രവ്യങ്ങളും കണ്ടെത്തിയതും അത് എവിടെയൊക്കെ സ്ഥാപിച്ചു എവിടെയൊക്കെ ആനന്ദിച്ചു എന്നുള്ളതൊക്കെയാണ്. പോർച്ചുഗീസിലെ എവിടെ വാസ്കോഡ ഗാമ അതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അത് കഴിഞ്ഞ് എന്താണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് ബാംഗ്ലൂർ പ്ലാസ എന്നാണ് 1857 പിന്നെ കൺട്രോൾ ബ്രിട്ടീഷ് കൺട്രോൾ നിയന്ത്രിക്കുന്ന അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ ഇത്രയാണ് ടീച്ചറിന് പഠിപ്പിച്ചത്. കുറച്ച് ഭാഗം പഠിപ്പിച്ചത് അത് നല്ലതുപോലെ ടീച്ചർ മനസ്സിലാക്കി വെച്ചത് കേട്ടിട്ട് മനസ്സിലാക്കുക. നല്ലപോലെ ടെക്സ്റ്റ് ഒക്കെ വായിക്കണം. ഓക്കെ, ടീച്ചർ തരുന്ന നോട്ട്സ് കറക്റ്റായിട്ട് എഴുതി ടീച്ചർ ഇന്ന് തന്നെ അയച്ചു തരണം. അപ്പം എന്തെങ്കിലും സംശയമുള്ള ടീച്ചറെ വിളിച്ച് ചോദിക്കുക. അപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഈ നോട്ട് കറക്റ്റായിട്ട് എഴുതി അടുത്ത ക്ലാസ് ടീച്ചർ ചോദിക്കും റിവ്യൂവിന്. അപ്പം നല്ലതുപോലെ പഠിച്ചിട്ട് ഇരിക്കണം. ഓക്കെ, അപ്പോൾ ഓക്കെ നല്ലപോലെ പഠിക്കുക.